മേയർ കെ.എസ്.ആർ.ടി.സി തടഞ്ഞ കേസിൽ ഡ്രൈവർ യദുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ വിഷയത്തിലാണ് ചോദ്യം ചെയ്യൽ. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് വെച്ചാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡോൾ, ഇപ്പോഴും ഈ ഒരു ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ഒപ്പം അല്പം മുൻപാണ് ഈ കണ്ടക്ടറെ പറഞ്ഞുവിടുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ആതിര, സ്റ്റേഷൻ മാസ്റ്ററെ അതുപോലെ തന്നെ കണ്ടക്ടറെയും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് വരികയാണ്. അതിനോടൊപ്പമാണ് ഇപ്പോൾ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ വെച്ച് യദുവിനെയും ചോദ്യം ചെയ്യാൻ എത്തിച്ചിട്ടുള്ളത്. യദു നൽകിയ മൊഴി വൈരുദ്ധ്യം കൊണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് DCPയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന തമ്പാനൂർ പോലീസിന്റെ സാന്നിധ്യത്തിലും ഇപ്പോൾ യദുവിനെ ചോദ്യം ചെയ്യുന്നത്. യദു, അതായത് 27-ാം തീയതി രാത്രിയാണ് യദുവും മേയറുമായിട്ടുള്ള റോഡിൽ ഈ തർക്കം നടക്കുന്നത്. തർക്കത്തിന് ശേഷം 27-ാം തീയതി രാത്രി തന്നെ യദുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പിറ്റേന്ന് 28-ാം തീയതി രാവിലെ 10:30 യദുവിനെ ജാമ്യത്തിൽ വിട്ടിരുന്നു. അതിനുശേഷം ആ സംഭവത്തിന് ശേഷം യദു തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വരികയും അതായത് ഈ സംഭവം നടന്നു എന്ന് ആരോപിക്കുന്ന ബസ്സിനകത്ത് കയറുകയും ചെയ്തു എന്നാണ് യദു മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം യദു പിന്നീട് ആ കാര്യം മാറ്റി പറയുന്നു. യദു സീറ്റിന് അടുത്ത് വരെ വന്നിട്ടുള്ളൂ എന്നും പറഞ്ഞപ്പോൾ ഇത്തരത്തിലൊരു മൊഴിയിൽ വന്ന വൈരുദ്ധ്യമാണ് ഇത്തരത്തിൽ യദുവിനെ ചോദ്യം ചെയ്യാൻ കാരണമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ലഭിക്കുന്ന വിശദീകരണം. അതോടൊപ്പം തന്നെ നിലവിലിപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററെയും അതോടൊപ്പം തന്നെ കണ്ടക്ടർ സൂരജിനെ ചോദ്യം ചെയ്ത് വരികയാണ്. മെമ്മറി കാർഡ് കാണാതായ വിഷയത്തിൽ സൂരജ് കണ്ടക്ടറും ഇതുവരെ ഈ കാര്യം ഏറ്റെടുത്തിട്ടില്ല. അല്ലെങ്കിൽ തങ്ങളുടെ അറിവോട് എല്ലാ ഇത്തരത്തിൽ മെമ്മറി കാർഡ് കാണാതായതെന്നുള്ള മൊഴി ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് യദുവിനെയും കൂടി ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ യദു ഇത്രയും കാലമായിട്ട് പറഞ്ഞു തന്നെയാണ് യദുവിനെ മനഃപൂർവ്വം കുടിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവും യദുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ആ ആരോപണത്തിന്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അത്തരം യദുവിനെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതെന്നാണ് യദുവിന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം. എന്തായാലും DCPയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ തമ്പാനൂർ പോലീസിന്റെ സാന്നിധ്യത്തിലും യദുവിനെ ചോദ്യം ചെയ്യുന്നത് തൈക്കാട് കമ്മീഷൻ ഓഫീസിൽ പുരോഗമിക്കുകയാണ്. യദുവിനെ വീട്ടിൽ നിന്നും എത്തിച്ചാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത് തുടരുന്നത്. ആതിര.